പെരിങ്ങോം ഫയർ സ്റ്റേഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ തിരുമേനി SNDP LP സ്കൂളിൽ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും മോക്ക് ഡ്രില്ലും ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രില്ലും നടത്തി. ചടങ്ങിൽ PTA പ്രസിഡന്റ് KC പ്രസൂൺ അധ്യക്ഷനായി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ KC ഷെറിൻ ബാബു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ K വിശാൽ, S അനുരാഗ്, രഞ്ജിത്ത് ബാബു എന്നിവർ നേതൃത്വം നൽകി. വിവിധ സുരക്ഷാ ഉപകരണങ്ങൾ പരിചയപ്പെടുത്തി. അപകടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളും രക്ഷാമാർഗങ്ങളും കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. പ്രധാനാധ്യാപകൻ PM സെബാസ്റ്റ്യൻ, സജി പുളിക്കലെടുത്ത്, NJ വർഗീസ്, മഞ്ജു മധു, KR രമ്യ എന്നിവർ സംസാരിച്ചു. വിളിക്കണം, ഫയർഫോഴ്സിനെ വിളിക്കണം. ഫയർഫോഴ്സിനെ എങ്ങനെയാണ് വിളിക്കുക? നിങ്ങൾ ഫോൺ ചെയ്യും. അപ്പോൾ ഫോൺ ചെയ്യേണ്ട നമ്പർ എത്രയാ? 10. വെരി ഗുഡ്. എല്ലാവരും പഠിച്ചനല്ല. എത്ര നമ്പർ? നിങ്ങൾ ആരും ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇല്ല അല്ലേ? നിങ്ങൾ ഒരിക്കലും വിളിക്കണ്ട കേട്ടോ. നിങ്ങൾ വിളിക്കുമ്പോൾ നമുക്ക് പണിയാവും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിളിക്കണ്ട. ഒരു അപകടം വരുമ്പോഴല്ലേ വിളിക്കുക അല്ലേ? നിങ്ങളുടെ മുന്നിലും നിങ്ങളുടെ ജീവിതത്തിലൊന്നും അപകടങ്ങൾ ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു അപകടം കണ്ടു കഴിഞ്ഞാലോ, നിങ്ങളുടെ മുന്നിൽ ഒരു അപകടം കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം മാഷ് പറഞ്ഞില്ലേ ഇവിടെ തൊട്ട് അടുത്ത ദിവസം ഒരു ബസ് പറഞ്ഞില്ലേ അല്ലേ? നിങ്ങൾ കണ്ടോ? അപ്പോൾ അങ്ങനെ കാണുന്ന ഒരു അപകടം നിങ്ങളുടെ മുന്നിൽ കാണുന്ന സമയത്ത് ഒരാളെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന വഴിക്ക് ഒരാൾ കിണറിലൊക്കെ കിണറിൽ വീണിട്ടുണ്ട്, അല്ലെങ്കിൽ കുളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്, വെള്ളത്തിലകപ്പെട്ടിട്ടുണ്ട്, ഒരു ആക്സിഡൻറ്റിൽ ബൈക്കിൽ നിന്ന് വീണിട്ടുണ്ട്. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾ ആരെ വിളിക്കാം? ഫയർഫോഴ്സിൽ. അപ്പോൾ ഫയർഫോഴ്സിനെ വിളിക്കേണ്ട നമ്പർ എത്ര? പോലീസിനെ വിളിക്കണ്ടോ? 100. അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഇത് കൊണ്ടുണ്ട്, ആംബുലൻസിനെ വിളിക്കണം അല്ലേ? പരിക്ക് പറ്റുമല്ലോ അപകടത്തിൽപ്പെട്ടാലേ. പരിക്ക് പറ്റിയാൽ ആംബുലൻസിനെ വിളിക്കണം. ആംബുലൻസ് വിളിക്കാൻ വേണ്ടി ആരെ വിളിക്കും? ഏത് നമ്പറിൽ വിളിക്കും? 108. പിന്നെ 102 വിളിച്ചാൽ കിട്ടും. 108 ആണ് മെയിൻ. എത്രയാണ്? 108. ഞങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയോ? പെരിങ്ങോ. അത് പഠിച്ചല്ലേ? പെരിങ്ങോ ഫയർ സ്റ്റേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴാണ്ടേ? നിങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ടോ ഫയർ സ്റ്റേഷനിൽ? ഫയർ സ്റ്റേഷൻ പെരിങ്ങോത്ത് വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? മാഷന്മാരോടൊക്കെ പറഞ്ഞിട്ട് ഇനി നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം ഫയർ സ്റ്റേഷനിലേക്ക് വരണം. ഓക്കെ? മാഷന്മാർ നിങ്ങളെ വണ്ടി എടുത്ത് കൂട്ടിയിട്ട് ഫയർ സ്റ്റേഷനിൽ വരും. ഫയർ സ്റ്റേഷനിൽ വന്നാൽ ഞങ്ങൾ ഫയർ സ്റ്റേഷനിൽ ഇതുവരെ നമ്മൾ കുറേ മാമന്മാരുണ്ട്, അതുപോലെ തന്നെ കുറേ ആൾക്കാരുണ്ട്, കുറേ വണ്ടികളുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ടിട്ട് ഒരു ദിവസം വരാം. ഓക്കെ? അപ്പോൾ നമ്മൾ ഫയർഫോഴ്സിന് പറഞ്ഞു നമ്മൾ രക്ഷിക്കാനാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വരും? ഇതേപോലെ വണ്ടി എടുത്തിട്ട് നമ്മൾ വണ്ടി ഒച്ച കേട്ടിട്ടുണ്ടോ? നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് കേൾപ്പിക്കാം. അപ്പോൾ വണ്ടിയിൽ നമ്മളിങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തീ കെടുക്കാൻ വേണ്ടിയിട്ട് വരും, ഓടി വരും. അപ്പോൾ നിങ്ങൾ ഫയർഫോഴ്സിനെ വിളിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫയർഫോഴ്സിനെ വിളിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വിളിക്കുക? ഫയർഫോഴ്സിനെ വിളിക്കേണ്ട നമ്പർ എത്ര പറഞ്ഞത്? 101 വിളിച്ചിട്ടാകുമ്പം എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്നറിയോ? ആരാണ് വിളിക്കുന്നതെന്ന് പറയണം, ഏത് നമ്പറിനാണ് വിളിക്കുന്നതെന്ന് പറയണം, എന്താവശ്യത്തിന് വേണ്ട വിളിക്കുന്നത് പറയണം. ഇപ്പോൾ നമ്മൾ തീ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കൂലേ? ആക്സിഡൻ്റ് ആയിട്ട് വിളിക്കൂലേ? അപ്പോൾ തീ പിടിച്ച് കഴിഞ്ഞാലും ആക്സിഡൻ്റ് ആയാലും നമുക്ക് ഒരേ വണ്ടിയാണോ വരേണ്ടത്? അല്ല. തീ പിടിച്ചാൽ വെള്ളം വേണം. നമ്മൾ ആക്സിഡൻ്റ് ആയാലും അല്ലെങ്കിൽ കിണറിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ തരത്തിലുള്ള വണ്ടിയുണ്ട്. തീ കെടുക്കാനുള്ള വണ്ടിയുണ്ട്, രക്ഷപ്പെടുത്താനുള്ള വണ്ടിയുണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വണ്ടിയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വിളിക്കുമ്പം നമ്മളോട് പറയണം എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത്. എൻ്റെ വീടിന് തീ പിടിച്ചു, അല്ലെങ്കിൽ എൻ്റെ വീടിനടുത്ത് ഒരാൾ കുളത്തിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കിണറിൽ പോയിട്ടുണ്ട്, നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയണം. ഓക്കെ? ഉറപ്പല്ലേ? നിങ്ങൾ അങ്ങനെ വിളിക്കൂലേ? അപ്പോൾ എങ്ങനെ വിളിക്കുക? പറഞ്ഞേ. 101 വിളിക്കും. വിളിച്ചിട്ട് എന്തൊക്കെയാണ് പറയുക? പേര് പറയണം, നമ്പർ പറയണം, എന്താ പ്രശ്നങ്ങൾ പറയണം, അഡ്രസ്സ് പറയണം. അഡ്രസ്സ് പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ പറയണം ഞങ്ങളെ വണ്ടി വരുമോ എന്നുള്ള കാര്യം കൂടി പറയണം. ഇപ്പം നിങ്ങളെ വീടിൻ്റെ അടുക്കില്ല, നിങ്ങളുടെ വീടിൻ്റെ ഒരു കുന്നിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ അവിടത്തേക്ക് വണ്ടി വരുമോ എന്ന് അറിയണ്ടേ? അപ്പോൾ അവിടെ വണ്ടി വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പറയണം. ഓക്കെ? ഉറപ്പല്ലേ? അപ്പോൾ ഫയർഫോഴ്സിനെ വിളിക്കും. നമ്മൾ വലിയൊരു തീപിടുത്തമുണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ തീപിടുത്തം കഴിഞ്ഞാൽ നമ്മൾ തീ കെടുക്കാൻ വേണ്ടി എന്നാ ചെയ്യുക? തീ കെടുത്താൻ വെള്ളമൊഴിക്കും. തീ കെടുത്താൽ എല്ലാ തീയും നമുക്ക് വെള്ളമൊഴിച്ച് കെടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ചില തീയൊന്നും നമുക്ക് വെള്ളമൊഴിച്ച് കെടുക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് മാക്സിമം എന്ത് ചെയ്യുക? ഏകദേശം എല്ലാ തീയും നമുക്ക് വെള്ളമൊഴിച്ച് കെടുക്കാൻ വേണ്ടി പറ്റും. നമ്മളെ വണ്ടിയിൽ എന്താ ഉള്ളത്? വണ്ടിയിൽ വെള്ളമുണ്ട്. ഏകദേശം വലിയൊരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ ഒരുപാട് വെള്ളമുണ്ട്. ഇനി ചില കേസിൽ നമ്മൾ ഇപ്പോൾ ഓയിലിനൊക്കെ തീ പിടിച്ചെന്ന് വെച്ചോ, ഓയിൽ നിങ്ങൾ കുറച്ച് മനസ്സിലാവും. പെട്രോളിനൊക്കെ തീ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഉപയോഗിച്ച് തീ കെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൽ വേറെ പതിയൊക്കെ ഉണ്ട്, ഇങ്ങനെ ഫോം അങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ തീ കെടുക്കും.
അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്താണ് തീ കെടുക്കാൻ വേണ്ടിയിട്ട്? വെള്ളം ഉപയോഗിച്ചാണ് തീ കെടുക്കുക. എന്ത് ഉപയോഗിച്ചാൽ വേണം തീ കെടുക്കുക? വെള്ളം ഉപയോഗിച്ചിട്ട് തീ കെടുക്കും. ഇനി നമുക്ക് ഇവിടെ ഇപ്പം ഇങ്ങനെ തീ പിടിച്ചോന്ന് ചോദിച്ചോ, നിങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ തീ പിടിക്കുമ്പോൾ വെള്ളമൊന്നും കിട്ടാനില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? വെള്ളമില്ല, വെള്ളം കിട്ടാനില്ല. അന്നേരം നമ്മൾ വേറെ സാധനം കൂടിയുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നൊരു സാധനമുണ്ട് തീ കെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാ സാധനം? ഫയർഫോഴ്സിനെ പിന്നെ വിളിച്ചാൽ മതി. ഫയർഫോഴ്സ് അങ്ങ് 25 കിലോമീറ്റർ അപ്പുറം നിന്ന് വരണം, 20 കിലോമീറ്റർ അപ്പുറം നിന്ന്. അതിനു മുമ്പ് നിങ്ങളാണ് തീ കെടുക്കേണ്ടത് അല്ലേ? അപ്പോൾ നിങ്ങളാണ് തീ കെടുക്കണ്ടേ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തീ കെടുക്കുക? വേറൊരു സാധനം ഉണ്ടല്ലോ ഇവിടെ. ചുറ്റിനുള്ള ഇലകൾ മാറ്റിയേക്കുക. അത് നല്ല ഐഡിയ ആണ്. എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തീ കെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ വലിയ ഏരിയ ആണ്, പറമ്പിലൊക്കെയാണ് തീ പിടിക്കുന്നതെങ്കിൽ എന്താ ചെയ്യുക? നമുക്ക് വലിയൊരു ചപ്പൊക്കെ പൊട്ടിച്ചിട്ട് കൊമ്പൊക്കെ പൊട്ടിച്ച് അടിച്ച് കിടക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു സാധനമുണ്ട്, നിങ്ങൾക്ക് ഇവിടെയൊക്കെ തീ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇതാക്കാൻ പറ്റുന്നൊരു സാധനം കൂടിയുണ്ട്. വെള്ളത്തിനെ പോലെ കിട്ടുന്ന ഒരു സാധനമുണ്ട്. പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. കാറ്റിന് തീ പിടിക്കൂലേ? അപ്പോൾ എന്തൊരു സാധനം കൂടി ഉണ്ടല്ലോ. നമുക്ക് മണ്ണ് വാരി ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇങ്ങനെ നല്ലോണം തീ പടർന്ന സമയത്ത് മണ്ണൊക്കെ വാരിയിട്ടാൽ, മണൽ, പൂഴി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാരിയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? തീ കെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വെള്ളത്തിനെ പോലെ തന്നെ തീ കെടുക്കുന്ന വേറെ സാധനമാണ് മണ്ണ്. നിങ്ങൾ ചില പെട്രോൾ പമ്പിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഒരു ബക്കറ്റിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടോ? ഒരു ചുവന്ന ബക്കറ്റ്. ആ ബക്കറ്റിൽ എന്താണെന്നറിയോ? ആ ബക്കറ്റിൽ മണലാണ്. സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം. ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ്. നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ, കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ. എംസാൻ, പീസാൻ, പാറപ്പൊടി, മെറ്റൽ, ജനൽ, അതിരുതൂൺ, വേലിത്തൂൺ, ഹോളോ ബ്രിക്സ്, ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു. ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു. തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക്, കടുമേനി,